മുന്നേ ഡ്രഗ്സ് ഉപയോഗിച്ച് ഓക്കെ അടി ഉണ്ടാക്കി. അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഓക്കെ അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഇപ്പം നിനക്കെല്ലാം ഡബ്ല്യു ആടാ. ഇപ്പം നീ കുറച്ച് നേരത്തെ നീയെല്ലാം ഫേക്ക് സ്ക്രിപ്റ്റ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഈ ലൈവ് തീരുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയെന്ന് തെളിയിച്ചിട്ടേ ഞാൻ പോകുമ്പത്തേ മോനെ. ഹെയ്റ്റ് ഒന്നും ഉണ്ടായവനാ ഞാൻ, മനസ്സിലാ? കോൺട്രവേഴ്സിന്ന് ഹെയ്റ്റ് ഒന്നും വളർന്നു വന്നവനാ ഞാൻ. എനിക്ക് ഈ ഇന്നലെ ഇവർ ഹെയ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് തൂങ്ങിച്ചാവും. ഞാൻ അല്ലെങ്കിൽ എല്ലാം നിർത്തി അങ്ങ് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ മോനെ. ഞാൻ ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്യും, മനസ്സിലാ? മമ്മു ഹൗസ് ശരിയാ. മമ്മൂൻ്റെ വീട് ചോർന്നൊലിക്കുന്ന വീട് തന്നെ. ചോർന്നൊലിക്കുന്നൊന്നല്ല, ഓടിട്ട വീടാ മമ്മൂൻ്റെ. ഓക്കെ, ഓട് മാറ്റേണ്ട കാര്യം ഞാൻ ഓട് മാറ്റേണ്ട വേറെ വീട്ടിലേക്ക് മാറ്റാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ തന്തയില്ലാത്തവനെല്ലാം വേറെ വീട്ടിലേക്ക് മാറ്റാമെന്ന് ഞാൻ പറഞ്ഞു. ഓൻ ചെയ്ത മമ്മൂൻ്റെ ചതികൾ വേറെ വരാനുണ്ട് കേട്ടോ. മമ്മൂ നിങ്ങൾ വിചാരിക്കുന്ന ആ പാവം ഒന്നും അറിയാത്ത അല്ല ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അല്ല, ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അങ്ങനെയല്ല കാണുന്നത്. മമ്മൂൻ്റെ ചതികളെല്ലാം വരുന്നുണ്ട്. ഓൻ്റെ വീട് വേറൊരു ചെറിയ വീട് വെച്ചു കൊടുക്കാനാണ്. വീട് വെച്ചു കൊടുക്കല്ല, ഓൾറെഡി പണിത് വെച്ച വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെയും ഓൻ്റെ അനിയനും മാറ്റാനാണ് നിന്നത്. മണ്ടത്തരം, വേൾഡ് ലെവൽ മണ്ടത്തരം. ഇവനിത് ഇങ്ങനെയാണെന്ന് എനിക്കറിയോ? ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എന്നോട് ശരത്തോ ആരോ പറഞ്ഞ് അത് ഓട് അങ്ങനെ വലിയ ചോർച്ചൊന്നുമില്ല, സ്ലാബ് ഇട്ടാൽ മതി എന്ന് ആരോ എന്നോട് പറഞ്ഞ്, കൂടുള്ള ആരോ എന്നോട് പറഞ്ഞ്. അതുകൊണ്ട് മാത്രം അത് അവിടെ ഹോൾഡായി പോയത്. അല്ലെങ്കിൽ ആ വേറെ എൻ്റെ ഒരു വീടും പോയേനെ. ഒരുത്തൻ്റെ കയ്യിൽ എൻ്റെ വണ്ടിക്കാ, ഷമീറിൻ്റെ കയ്യിൽ എൻ്റെ ഫോർച്യൂണർ. ഞാൻ വിശ്വസിച്ചിട്ട് എൻ്റെ ഫോർച്യൂണർ അവൻ്റെ പേരിൽ എഴുതി കൊടുത്തതാ. ഇപ്പം തരാൻ പറ്റൂലെന്ന്. ഇപ്പല്ല, മുന്നേ തരാൻ പറ്റൂലെന്ന് തന്നെ അവൻ്റെ സ്റ്റാൻഡ്, മനസ്സിലാ? പൈസ വേണം ഇവനിക്കെല്ലാം. നെഗോസിയേഷൻ, ബ്ലാക്ക് മെയിലാ, കേസാവും. ഞാൻ ഹെയ്റ്റ് പേടിച്ചിട്ട് ഇവർക്ക് പൈസ കൊടുക്കില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെളുപ്പമാണ്. ഇവർ ചോദിച്ച പൈസ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ട് എനിക്ക് ഒഴിവാക്കിയത്. പക്ഷെ അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മുത്തേ ഇവർ എന്തെല്ലാം നാളെ പുതിയ കഥകൾ ഉണ്ടാക്കിയിട്ട് പുതിയ സാധനമായിട്ട് വരും അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഒരു നെഗോസിയേഷൻ, ഇത് ഇപ്പോഴേ മനസ്സിലാക്കുക, ഒരു നെഗോസിയേഷൻ ഇനി എനിക്കെതിരെ എന്തെങ്കിലും സാധനം എടുക്കാൻ വരുന്ന ആൾക്കാർക്കും കൂടെയുള്ളൊരു പാടാണിത്. ഒരു നെഗോസിയേഷനും ഞാൻ തയ്യാറായിരിക്കില്ല. ഓക്കെ, ഡയറക്റ്റ് കാര്യങ്ങൾ. ഓക്കെ, ഡ്രഗ് എവിഡൻസ്. ഓക്കെ, ഇത് ഫുൾ കേക്ക്. ഈ മെയിൻ ആയിട്ട് നിൽക്കുന്ന മമ്മുവും അതിലും കൂടി എന്താവും വിധം മാറും. അതുകൊണ്ട് ഇവര് ഉറയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ കൊടുത്തേന്നാണ് പറഞ്ഞ എന്നോട് തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇവനങ്ങനെ ഇതുള്ളോണ്ടല്ല. ഇവന് ഈ പിള്ളേരെ വെച്ച് മെയിന് ഇവനെ കളിക്കുന്നോണ്ട് ഇവനാണ് സംസാരിക്കുന്നതും പൈസ വേണമെന്ന് പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ആയിക്കൊണ്ട് ഇപ്പം പറയുന്ന പോലെ ചെയ്യാണ്ട് അവർക്ക് നിക്കാൻ കഴിയില്ല. കുറിച്ചാ പറയുന്നത്. അങ്ങനെ വാങ്ങിയെന്നാ പറഞ്ഞ നന്മ ജാസി, പാവം ജാസി, ഒന്നും അറിയാത്ത ജാസി. ഇഷ്ടം പോലെ ചെയ്യട്ടെ. മറ്റേ ഉമ്മാരെന്ത് ഗ്യാങ് ലൈവ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്തായി? നീ പോണോ? എന്നിട്ട് എന്ത് തീരുമാനിച്ച്? എനിക്കറിയില്ല, എന്താണെന്നൊന്നും എനിക്ക് പിടുത്തൂല്ല. എന്ത് ചെയ്യണം പോലും അറിയില്ല. ഞാൻ എന്തായാലും തുടങ്ങിയിട്ട് എന്താന്ന് വെച്ചാല് ബാക്കി നോക്കിയിട്ട് എന്താണ് നിനക്ക് മുന്നേറ്റം ഉണ്ടെങ്കിൽ ചെയ്യ. അവസാനം നീ അത് ചെയ്ത കണക്ക് അവസാനം എല്ലാരും കൂടെ നിന്റെ അടുത്ത് തിരിയണ ഒരു സിറ്റുവേഷൻ വരല്ലേ? മനസ്സിലായി? നീ അതിനെ കൊണ്ട് അവന്മാരെ ഇത്ര നാളെങ്കിലും നോക്കാനെങ്കിലും പറ്റി. ഇത്രയും ചെലവ്, അവന്മാരെ ചെലവ്, ഡ്രസ്സ്, അത് ഇത് എല്ലാം കൂടെ നോക്കാൻ പറ്റി. സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊമോഷൻ കാണും, 10-20 പ്രൊമോഷൻ കാണും, എല്ലാം കാണും. മമ്മൂനൊന്നും ജീവിതത്തിൽ പ്രൊമോഷൻ കിട്ടാത്തവനാണ്, മനസ്സിലായ? ജാസിയുടെ കാര്യം നോക്കി, ഇത് ഐഡിയയും കാര്യങ്ങളെല്ലാം തന്ന് ജാസിയുടെ കാര്യം നോക്കി എന്തായാലും പോവും. അവന്റെ പൈസ ആകുമ്പോഴത്തേക്ക് അവന്റെ കാര്യം നോക്കി പോവും. അവസാനം നിനക്ക് ഒരു ചൊറ വരല്ലേ, അത്രേ ഉള്ളൂ. നീ അതിന്റെ കേസ് നമ്മൾ കുറച്ചെങ്കിലും മുമ്പ് അറിഞ്ഞതുകൊണ്ട്, അന്നത്തെ ആ ഫോൺ വാങ്ങിച്ച് അത് അറിഞ്ഞതുകൊണ്ട് അവിടെ കാര്യമുണ്ട്. ആ ടൈം ഷമീർ ഇതിലുണ്ട് നമുക്കറിയില്ല. ഇത് എങ്ങനെ ഞാൻ പിടിച്ചറിയോ? ജാസിന്റെ കോൾ റെക്കോർഡിൽ ഇത് പിടിച്ചത്. ഇതിൽ 3000 കോൾ റെക്കോർഡ് ഉണ്ട്. അതിൽ ഷമീറിൻ്റെ ഇതിലേക്കൊന്നും നമ്മൾ എത്തിയില്ല. നമ്മളൊരു 400-500 കോൾ റെക്കോർഡുകൾ കണ്ടു, ഇങ്ങനെ കേട്ടു, ഇങ്ങനെ വരുക. ഷമീർ ഇതിലില്ലാന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്, മനസ്സിലാവും? ഷമീർ ഈ പ്ലാനിലില്ല. ഇവൻ തന്തയില്ലാത്തവനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ പ്ലാനിൽ, ഇവരെ ഈ മാസ്റ്റർ പ്ലാനിൽ ഷമീർ ഇല്ലാന്ന് ഞാൻ വിചാരിച്ചത്. ലാസ്റ്റ് നോക്കുമ്പോൾ മൊത്തം മാസ്റ്റർ മൈൻഡ് ഷമീറാ. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. നിന്നെ അവന്മാര് പറഞ്ഞ് ഇതാക്കല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ.
നിങ്ങക്ക് കിക്കിലും ആയിക്കൂടെ? കിക്കിപ്പോ വന്നിന് എന്ത് അവന്മാരെ വിളിച്ചിന് മെയിൽ അയച്ച് ആര് കിക്കിന്ന്. എന്താ പറഞ്ഞ? നീ അതാ മൻസൂർക്കാ നോക്കണത്. അല്ല കോൺട്രാക്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് നോക്ക്, ഞാനും നോക്കുന്നുണ്ട്. എനിക്ക് എന്റെ മൻസൂർക്കാ നോക്കണം. ഇങ്ങോട്ട് തന്നെ വന്നത്, മെയിലിൽ ഇങ്ങോട്ടാ വന്നത്. നീ അതാ കണ്ടത്, ഞാനല്ല കണ്ടത്. എടാ മൻസൂർ ഖാൻ എന്ന് പറയുന്നത് അറിയാത്ത ആൾക്കാർക്ക്, എൻ്റെ ലൈവിൽ ഈ ക്യാമറയുടെ മുന്നിൽ വരാത്ത ഒരുപാട് ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് മൻസൂർ ഖാൻ. എൻ്റെ ബിസിനസ് പാർട്ണറാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. എൻ്റെ ഞാൻ പറയാമല്ലോ, ഇത്രയും ഡാർക്ക് ഇതിൽ ഈ 3 മാസം ഞാൻ അനുഭവിച്ചതെല്ലാം കണ്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരാളാണ് മൻസൂർ ഖാൻ. ഓക്കെ, ജസ്റ്റ് അറിയണമെന്ന് ഇതാ, ഇത് മൻസൂർ ഖാൻ ഞാനും കൂടിയിട്ട് ഇതാക്കുന്ന ബ്രാൻഡാണ്. ഓക്കെ, എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ഇത് അർബൻ ഫാദർ. ഇതിൻ്റെ റിലീസിന് വേണ്ടി, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ മൈൻഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഇതിൻ്റെ ഡിസൈനും ഇതുമല്ലേ കാര്യങ്ങളിലായിട്ട് ഞാൻ ബിസിയായി. മനസ്സിലായി, കുറേ കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. കാരണം ഇവന്മാർ എനിക്ക് തന്ന ഈ ഹൊറർ എനിക്ക് മറക്കാൻ വേണ്ടി കഴിഞ്ഞ 3 മാസം ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളിലായിരുന്നു. 1 മാസമേ ഷൂട്ട് ഉണ്ടായിരുന്നു, 1 മാസമേ ഫിലിം ഷൂട്ട് ഉണ്ടായിരുന്നു. ബാക്കി ടൈം ഞാൻ ഇതിലേക്ക് പോയി. പിന്നെ കുറേ റൂമിൽ തന്നെ അടച്ചിരിക്കേണ്ട വന്ന്. പക്ഷേ സ്റ്റിൽ മൻസൂർ ഖാനെ പുറത്തിറക്കും, ഇത് ചെയ്യാം അത് ചെയ്യാം. അത് ബിസിനസ്സിൻ്റെ കാര്യം, നമ്മളെ സ്ട്രീമിംഗ് സ്കൂളിൻ്റെ കാര്യം, സ്ട്രീമിംഗ് സ്കൂളിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് കുറേ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടോ. ഇങ്ങനെ കോഴ്സെല്ലാം ഇങ്ങനെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഒരാളെങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ഈ ഒന്നിച്ചുള്ള ഉണ്ണാളം സ്ട്രീമറാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടല്ലോ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതാ ആൾക്കാർ നാട്ടുകാർ മൊത്തം സ്ട്രീമേഴ്സ് ആവട്ടെ, അതിനുള്ള മൊത്തം ചാപ്റ്റർ ബൈ ചാപ്റ്റർ പഠിപ്പിക്കാനുള്ള മൊത്തം സാധനം സെറ്റായിക്കൊണ്ട് നിൽക്കുക. പിന്നെ കുറേ പ്രൊജക്റ്റുകളുണ്ട്. അതിലൊരു പ്രൊജക്റ്റാണ് നമ്മൾ അർബൻ ഫാദർ. ഇത് റിലീസ് ചെയ്യേണ്ട ടൈമായിരുന്നു, പക്ഷേ ഇങ്ങനെല്ലാം സംഭവിച്ചു, റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പം ഈ അടുത്ത് തന്നെ ഞാൻ ലോഞ്ച് ചെയ്യും. UF എന്നാണ് ഷോർട്ട് ഫോമിൽ പറയാം. നമ്മളവിടെ നിർത്തിയ. പിന്നെ എനിക്ക് വേറൊരു ഇത് വന്നു, മറ്റേ ഗവൺമെന്റ് പുതിയൊരു പ്രോജക്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഒരാഴ്ചക്കുള്ളിൽ പറ്റുമെങ്കിൽ പെട്ടെന്ന് വ്യൂവർഷിപ്പ് പേജ് എല്ലാം പിടിച്ചു കൊണ്ടുപോകണം. അത് തന്നെ ഉമ്മാരടുത്ത് സംസാരിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. പിന്നെ എന്തോന്നു, നീ ഉമ്മാരടുത്ത് മറ്റേ കേസ് പറഞ്ഞ, ഈ മമ്മൂപ്പുണ്ടെ അടുത്ത് മറ്റേ കഞ്ചാവിന്റെ കേസ് നീ പറഞ്ഞ? ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ കുണ്ണ നീ എല്ലാം വർത്താനം പറയുന്നുണ്ട് ഫോണില്. ആ സമയത്ത് നമുക്ക് അറിയില്ല. ആ സമയത്ത് എനക്കറിയില്ല കേട്ടാ. ഇവൻ ഇങ്ങത്തെയാന്ന് എനക്കറിയില്ല കേട്ടാ. എന്താ പറഞ്ഞ? അണ്ടി ഇവൻ തിരിച്ചു ചോദിക്കൊണ്ട് 3500 രൂപയ്ക്ക് എന്ത് കഞ്ചാവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറയണ് എന്തോന്ന് അത് കൂടിയ സാധനമാണ്, അടിച്ച ഒറ്റ കിക്കി തന്നെ ഇതാവോ എന്തൊക്കെയാ പറയണ മമ്മു. ഞാൻ അതിന്റെ അടുത്ത് പോലും പറഞ്ഞില്ല. നോക്ക്, ഇതിന്റെയൊക്കെ എന്തെങ്കിലും അവന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവ ഇതൊക്കെ വെച്ച് കളിക്കും. ഷമീറ, ഞാൻ നിന്റെ അടുത്ത് ഇപ്പോഴും പറയണ, നീ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഗ്യാങ് ലൈവ് എന്ത് വേണോ തുടങ്ങിക്കോ. പക്ഷെ നാളെ നിനക്കൊരു ഇത് വരല്ല. ഇപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നാളെ യുവന്മാരെ കയ്യിൽ പെട്ടുപോകില്ല. യുവന്മാർക്ക് ഈ ഭീഷണി സ്വഭാവമൊക്കെ ഇപ്പോഴേ ഉണ്ട്. ഈ ജാസിക്ക് മനസ്സിലായ, ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കണ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ച്, ഇടപെടുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് ഇടപെട്, കാര്യങ്ങളെല്ലാം നോക്കിക്കോ. അത് പറയാൻ കാരണം എന്താ അറിയോ? നോക്കിയിട്ട് നീ എന്താണെന്ന് വെച്ചാൽ നോക്കി ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ നോക്ക്. നമ്മള് വിചാരിച്ചത് ശരി 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 ഓക്കെ, നമ്മൾ വിചാരിച്ചത് ജാസി ഈ ബ്ലാക്ക് മെയിൽ, ഈ പൈസ ഇതാക്കാനുള്ള ഇതും ഷമീർ ഇതിലില്ലാന്നോ വിചാരിച്ചത് ആദ്യം, ഇതിനെല്ലാം മുന്നേ. മനസ്സിലായോ? പിന്നെ മനസ്സിലായ കാര്യം എന്താ അറിയോ? മൊത്തം ഇവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത് ഷമീറാ. മനസ്സിലായോ? ആ ഇതിൽ സിനിമ സൈറ്റിൽ പോയിട്ട് ആ പ്രൊഡ്യൂസറെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ. ആ പ്രൊഡ്യൂസറെ അത് പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടോ. ആ സമയത്ത് ഞാൻ എന്തിലെവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. മുനു ആ ഷൂട്ടിംഗ് സൈറ്റിൽ പോയിരുന്നു, എന്തൊക്കെ അവിടെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഓക്കെ, അവരെ കാണാൻ എന്തിനാ. മുനു ഉണ്ടോ ഇവിടെ? മുനു ഉണ്ടോ ഇവിടെ? മുനു കണ്ടിരുന്നത്. ഓക്കെ, ആടെ അടിച്ചിട്ട് കട്ടായിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കി. അതിന് ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതിന് ശേഷം അതിന് മുന്നേ ആണോ പ്രൊഡ്യൂസറിനെ പറയാം. നീ ഒന്ന് പറഞ്ഞടാ മുനു. ഇത് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക്, എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഓക്കെ ഇന്നലെ ഷമീർ അടക്കം പറഞ്ഞാണ്
മുനു ഇസജം ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. മുനു ഒരിക്കലും കളവ് അറിയില്ല എന്ന് ആൾക്കാർക്ക് അറിയുന്ന കാര്യം. ഷമീർ അടക്കം ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ കാര്യം, മുനു ഒരിക്കലും കളവ് അറിയില്ല എന്ന്. ഓക്കെ മുനു, അന്ന് നടന്നെന്താ? ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കാം. ഈ ഇവര് കൊറേ സമയം ഉണ്ടോന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് പറഞ്ഞു. കാസ്റ്റിംഗ് വിളിച്ചത് ആദ്യം മമ്മൂനെയും ആദിലിനെയാണ്. അതിൽ ജാസി എന്റെ കാല് പിടിച്ചിട്ട് റോള് തരാന്ന് വെച്ചിട്ട് ഞാൻ കാസ്റ്റിംഗിൽ ഇട്ട് കൊടുത്തത് ആദ്യത്തെ കാര്യമാണ്. ഇവനെല്ലാം സിനിമയെ കേറ്റിട്ട് കാസ്റ്റിംഗിന് വന്നത് എനിക്കാണ്. എന്നിട്ട് ഞാനാന്ന് മമ്മൂനും ആദിലിനെയും നമ്മളെ ഒറ്റ മിനിറ്റ് ഫോണിലെ ടൈം ഈസ് നോട്ട് ചേഞ്ചിങ്. ഗൈസ് ഡൗവാൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇത് ഭയങ്കര ലോങ് ആയി പോകും കേട്ടോ. ഡൗവാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഷമീർ അടക്കം ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇത് കുത്തിക്കഴിഞ്ഞാൽ ഫോണിൽ ഇത് കുത്തിയിട്ട് ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം 941 എന്നുള്ള ഫോർമാറ്റിലേക്ക് ഫുൾ ടൈം 941 ആയിരിക്കും. ഓക്കെ, ഇത് ഊരിക്കഴിഞ്ഞാൽ 11:55 കേട്ടോ റിയൽ ടൈം കാണിക്കും. ഇത് കുത്തുമ്പോൾ ടൈം മാറേണ്ടതാണല്ലോ, ടൈം മാറി കണ്ടോ 9:41 ആവും. അതങ്ങനെയാണ് ഇതിൻ്റെ ഈ ആപ്പിൻ്റെ പ്രത്യേകതയാണ്. അത് റിസർച്ച് ചെയ്യുക, അതെല്ലാം പോയി ChatGPT ചോദിക്കുക, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ എല്ലാം ഷമീർ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ ഇത്? വെറുതെ എനിക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇവിടെ മനുഷ്യനെ വേഷം തന്ന് കൊല്ലാൻ നോക്കിയ നീ പറ പെട്ടെന്ന്. ജാസിന് എന്നിട്ട് അതിലില്ലാത്ത ജാസി എൻ്റെ കാല് പിടിച്ചിട്ട് ഞാനാന്ന് കുത്തി കയറ്റിയ പേയ്മെന്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് സംസാരിച്ചിട്ട് അയാളെന്തെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊടുക്കാന്നവരെ പറഞ്ഞതാണ്. എന്നിട്ട് ജാസി എന്താക്കിയത്, ഇവർ അതിൽ കയറ്റി ലാസ്റ്റ് അനക്കിട്ടാണ് പണി വന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ടിന്റെ സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം മുന്നിൽ ഏൽപ്പിച്ചിട്ടുണ്ടായത്. ആടെ ഇവരെ കാര്യങ്ങൾ നോക്കാനും ആ പ്രൊഡ്യൂസറും ഇതുവരെയായിട്ടുള്ള ടോക്കും എല്ലാം മുനുവാ. ഓക്കെ, അതിൽ നിന്ന് ആ സിനിമന്റെ ഏതെങ്കിലും ഒരു പൈസ എനക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല. ഏതെങ്കിലും ഇവരെ പൈസ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടാടാ പൈസ വന്ന് ഇവരെന്തെങ്കിലും പൈസ എന്റെ കയ്യിലേക്ക് ഇതുവരെ വന്നായിട്ട് നിങ്ങൾക്ക് അറിയോ? അവർക്ക് ഒരു പ്രൂഫെങ്കിലും കാണിക്കാൻ പറ്റുമോ? എങ്ങനെ? നീ എന്നല്ലേ മുമ്പും കുറെ കാര്യങ്ങൾക്ക് നീ എന്നല്ലേ പ്രശ്നങ്ങൾ തീർക്കാൻ കൊടുത്തത്? എത്ര പ്രശ്നങ്ങൾ ഇവരെ അതെല്ലാം അതിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട്. വെയിറ്റ് ആക്ക്. അതിൽ സ്കാമിന്റെ കഥകൾ കുറെ വരാണ്ട്, സ്കാമിന്റെ കഥകൾ വരാണ്ട്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്താ പറയാ, വണ്ടി അയച്ച് ഇവരെന്താ പറയുക, പൈസ കൈമ കിട്ടിയാലേ വരൂ, 1.5 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. 1.5 ലക്ഷം റുപ്യ ബ്ലാക്ക് മെയില് പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആള് കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും അനക്കാരേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാലേ ഞാൻ വരൂ. ഇങ്ങനെ പടം പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ എന്തിനാ പടം ചെയ്യുന്നു, പൈസ കിട്ടാണ് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം എടുക്കട്ടെ. ഇവരെ ഈ നേച്ചറാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലാവും? അവിടെ പോയിട്ട് അവിടെ അവര് ഉപയോഗിച്ചോണ്ട് സംസാരിച്ചാണ്. ഞാൻ കേട്ടെ, ജാസിക്ക് അവിടെ പോകുമ്പോ എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞ സിനിമയില് ഇല്ല, ജാസിക്ക് ഒരു റുപ്യ ഇല്ല. ജാസിന് ഇവർക്ക് പൈസ ഇല്ലാണ്ടാണ് ഇവർ അങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാന്നുള്ള അത്രയും വലിയൊരു ചാൻസ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? എന്നിട്ട് അല്ല നിക്ക്, ഇവന്മാരിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് സിനിമ പകുതി എടുത്തല്ലോ, ഇനി അവരില്ലാണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ പ്രൊഡ്യൂസറിനെ ഭീഷണിപ്പെടുത്താം. ഇതെല്ലാം ഞാൻ ഒരു കാര്യം ഇതെല്ലാം എല്ലാം പ്രൂഫ്ഡാണ്. നമ്മളൊരു സിനിമ ഇൻഡസ്ട്രി, ഒരു ഫുൾ മൂവിൻ്റെ ക്രൂവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ സിനിമ സൈറ്റിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നോ, എത്ര പ്രൊഡ്യൂസർമാർ, എത്ര പ്രൊഡക്ഷൻ കൺട്രോളർമാർ, എല്ലാവർക്കും അറിയുന്ന കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയാക്കാൻ അനക്ക് എത്ര തന്തുണ്ടെന്ന് ചോദിച്ചിട്ട് മമ്മു അല്ല എന്തിനാ അടിയായത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതിനാണ് എന്നെ പിടിച്ച് നിനക്ക് എത്ര തന്തുണ്ടെന്ന് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോ ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഇതായത് ഞാനല്ലേ കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം റുപ്യ കുത്തിപ്പിടിച്ചു വാങ്ങിയതോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവര് എന്തെല്ലാം പ്രശ്നങ്ങൾ ഏടെല്ലാം ഉണ്ടാക്കിയിട്ട് എൻ്റെ കാസറ്റിന് കുറേ കാര്യങ്ങൾ അറിയാം. ഓക്കെ, പക്ഷെ ഓൻ എൻ്റെ കൂടെ നിൽക്കൂല. ഈ ജാസി കുറേ അടുത്ത് പോയി സ്കാം ചെയ്യും. ഈ എൻ്റെ ടീമിലുള്ള ഈ ഗ്യാങ്ങിലുള്ള ആൾക്കാർ സ്കാമേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ ഓരോ ആൾക്കാർ സ്കാം ചെയ്യുമ്പം ആദ്യം എത്തുക ഈ കമ്പനി. ഇപ്പം ഈ പ്രൊമോഷൻ ചെയ്യുന്ന ഒരു ടീം, ഇപ്പോൾ ഒരു ഷോപ്പുകാർ ഇപ്പോൾ ജാസിനോടോ അല്ലെങ്കിൽ ആരോടെങ്കിലോ ഇത് പറയും പ്രൊമോഷൻ ചെയ്യണം, ചെയ്യാം, പൈസ അയക്കും ആദ്യം, ഇത് പ്രൊമോഷൻ ചെയ്യില്ല, സ്കാം ചെയ്യും. ഓക്കെ, ഈ സ്കാം ചെയ്യുമ്പോൾ ഇവർ നേരെ പോവുക, ഇവർക്ക് കേസ് കൊടുക്കാൻ ഇതാക്കാനൊന്നും കഴിയില്ല, എല്ലാം ടൈം എടുക്കും. ഇവർ നേരെ പോവുക ഈ ഓൺലൈൻ ഈ എൻ്റെ കാസറ്റ് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് കുറേ, ഇങ്ങനത്തെ ഈ ഓൺലൈൻ സാധനങ്ങളുണ്ട്. ഇങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും. ഈ പൈസ ഇപ്പം ലാസ്റ്റ് വന്നത് എൻ്റെ കാസറ്റാ, അതൊന്നും പുറത്തു വിടില്ല കേട്ടോ. ഓന് എൻ്റെ ഭാഗത്ത് നിൽക്കൂല. മനസ്സിലാ? ഓനക്ക് അങ്ങനെ എന്നോടൊരു ഇതുണ്ട്, ദേഷ്യമുണ്ട്, ഒരു കടിയുണ്ട്. മനസ്സിലാ? ഓൻ എന്നെ എങ്ങനെയെങ്കിലും തകർക്കുക, എങ്ങനെയെങ്കിലും ഒരു ഡൗൺഫോൾ ഓൻ അവിടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇതെല്ലാം അയച്ചു, നിൻ്റെ എന്നെ തീർക്കാനുള്ള സാധനങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓൻ വിചാരിച്ച് ഇത് ഇന്നലെ അത് വന്നപ്പോഴേക്കും ഞാൻ അങ്ങ് തീർന്നു പോയി. വേറെ ഒരാളും കൂടി ഇതിൽ എൻ്റർ ആകുന്നുണ്ട് കേട്ടോ. എല്ലാം വേറെ കാര്യം കുറച്ച് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം.
അതിൽ വേറെ പാസ്റ്റ് നിന്ന് ഒരാളെല്ലാം എൻ്റർ ആകുന്നുണ്ട്, പുതിയ സ്റ്റോറീസ്, പുതിയ കാര്യങ്ങളെല്ലാം ക്രിയേറ്റ്, എല്ലാവരും ഓപ്പർച്യൂണിറ്റീസ് ഉപയോഗിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ കേസറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങനത്തെ കുറേ സ്കാം കേസുകൾ പോകും. ജാസിൻ്റെതായാലും ബാക്കി പേരൊന്നും പറയുന്നില്ല, ഓരോ ആൾക്കാരത് ഓക്കെ സ്കാം കേസുകൾ പോകും. ഇത് സെറ്റിൽ ചെയ്യുന്ന ആരാ? ഞാൻ. എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ പൈസ എടുത്ത് കൊടുക്കുന്നത്. ഇവർ പൈസ വാങ്ങിയിട്ട് പ്രൊമോഷൻ ചെയ്യാണ്ട് പറ്റിക്കും. ഓക്കെ, എൻ്റെ റെപ്യൂട്ടേഷൻ പോകാണ്ടിരിക്കാൻ, എൻ്റെ ഗ്യാങ് ഞാൻ അത്രയും ആഗ്രഹിച്ചുണ്ടാക്കിയെടുത്ത ഗ്യാങ്ങിൻ്റെ വില പോകാണ്ടിരിക്കാൻ ഞാൻ ഈ പൈസ കൊടുക്കും. മനസ്സിലാവും? എല്ലാത്തിനുള്ള പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ എന്തായാലും ഇവന്മാരെ അടുത്ത ഇതിൻ്റെ കൺവിൻസിങ്ങും എന്താണെന്ന് വെച്ചാൽ മിക്കവാറും അങ്ങനെ ആയിരിക്കും പറയാം. വീഡിയോ ഓഡിയോ ഞാൻ പറയുന്നത് ഞാൻ സംസാരിക്കുന്ന സ്ക്രിപ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ടായിരിക്കും വരിക. ഞാൻ ഒരു കാര്യം പറയല, ഞാൻ ഈ ലൈവിൽ മൊത്തം പറയുന്നതിൽ ഒരു വാക്കെങ്കിലും പ്രൂഫില്ലാണ്ട് ഞാൻ പറയില്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം ഇവർ പൊളിക്കുകയാണെങ്കിൽ, ഇതിൽ ഞാൻ കളവ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത പറഞ്ഞതാക്കുകയാണെങ്കിൽ ഈ മൊത്തം സാധനം ഞാൻ കള്ളൻ നിങ്ങളങ്ങ് ഉറപ്പിച്ചോ. ഓക്കെ, ഒരംശം പോലും എടാ എനിക്കറിയാടാ, എനിക്ക് ഈ ക്യാമറയുടെ മുന്നിൽ നിൻ്റെ എല്ലാം മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റും ഐ ആം എ ജെന്യൂൻ പേഴ്സൺ എന്ന്. മനസ്സിലായി? ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, ആരെയും ചതിക്കാണ്ട് ഇതാക്കാണ്ടാണ് ഞാൻ ഇത്രയും പേര് എത്തിയത്. മനസ്സിലാവും? നിന്നെല്ലാം പോലെ ഒന്നിച്ച് ഇത്രയും ഊട്ടി വളർത്തിയ, അന്നം തന്ന കൈക്ക് കൊത്തിയിട്ട് വിഷം തന്ന് കൊന്ന് എൻ്റെ ഇൻസ്റ്റാ അക്കൗണ്ട് അടിച്ച് കളയലാന്നല്ലോ ഇവരെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിൻ്റെ കോൾ റെക്കോർഡ് ഉണ്ട് കേട്ടോ, അത് എല്ലാം കേൾപ്പിക്കാം. നിന്റെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ജാസി എനിക്ക് ഒരു ഉറുപ്പ്യ പോലും എനിക്ക് സാലറി കിട്ടിയില്ല, ഇതാക്കിയില്ല, ഒരു ഉറുപ്പ്യ കിട്ടിയില്ല. ജാസിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം മുതലേ മമ്മുവിന്റെ സാലറിന്റെ പ്രൂഫ് വേണ്ടല്ലോ. ജാസിന്റെ കേസ് പറഞ്ഞത്, ജാസി ഇവിടെ വരുമ്പോൾ ജാസി പറഞ്ഞത് എനിക്ക് 5 പൈസ ഇടുന്ന വേണ്ട, എനിക്ക് ഇടുന്ന് ഞാൻ പ്രൊമോഷൻ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളാം. ഞാൻ പ്രൊമോഷൻ ചെയ്ത്, അതായത് ഇവൻ ആ സമയത്ത് മാസം പ്രൊമോഷൻ ചെയ്തിട്ട് 50,000 60,000 ഉണ്ടാക്കും. അത്ര കറക്റ്റ് എനിക്കറിയില്ല, എന്തായാലും 50,000 മുകളിൽ ഇവൻ ഉണ്ടാക്കും. ഒരു പ്രൊമോഷന് 10,000 അങ്ങനെ 20,000 15,000 അങ്ങനെ എന്തോ കറക്റ്റ് അറിയില്ല, 10,000 അറൗണ്ടാണ്. ഓക്കെ, ഒരു മാസം ഒരു 5-6 പ്രൊമോഷൻ ചെയ്താൽ തന്നെ, ആഴ്ചയിൽ ഒന്നിട്ടാൽ തന്നെ പൈസയായി. അപ്പം ഞാൻ ഇവന് കൊടുക്കേണ്ട സാലറി ഇവൻ പ്രൊമോഷൻ ചെയ്ത് ഉണ്ടാക്കിക്കോളാം. ഓക്കെ, പിന്നെ ഇവന് ഇവിടെ നിന്ന് വലിയൊരു എക്സ്പോഷർ കിട്ടുക. 0 ഫോളോവേഴ്സിൽ വന്നിട്ട് ഇപ്പം എത്ര കെ ആയി, അത്രയും എക്സ്പോഷർ കിട്ടുക. ഓക്കെ, സാലറീൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈ ലൈവിൽ എല്ലാവർക്കും സാലറി ഉണ്ട്, ഇതിന് കറക്റ്റായിട്ട് ഓരോ രീതി ഉണ്ടെന്നെല്ലാം പറയുന്നത് നമ്മളെ ഗ്യാങ്ങിൻ്റെ ഒരു സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുക. ഇതെല്ലാം സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? ഇപ്പോൾ ആദിൽ എൻ്റെ കസിനാന്ന് പറഞ്ഞത് ആ റീച്ചിന് വേണ്ട ഓനെ കയറ്റിക്കൊണ്ടുവരാനാ. ഷമീർ എൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താന്ന് പറഞ്ഞത് ഓനെ കയറ്റിക്കൊണ്ടുവരാനാ അല്ലേ? അതേപോലെ അസ്പാക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അസ്പാക്ക് എന്ത് ചെയ്തെന്നാ? ഒന്നും ചെയ്തിട്ടില്ല. അസ്പാക്കിൻ്റെ എല്ലാം സാധനം എനിക്ക് വരാണ്ട് മോനെ. അസ്പാക്ക് എൻ്റർ ആയ അതിൽ എടാ അവരെ ഇതിൽ അസ്പാക്ക് എൻ്റർ ആയതിനും എനിക്കത് പറയണം. അസ്പാക്ക് ഏടുന്ന തുടങ്ങിയെന്ന്, അസ്പാക്കിന് എന്നോടുള്ള ദേഷ്യം ഏടുന്ന തുടങ്ങിയെന്ന്. അസ്പാക്ക് എന്നോട് ആദ്യമായിട്ട് പൈസ ചോദിച്ചത് എന്തിന് ചോദിച്ചു? എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് പൈസ ചോദിച്ചു? മൊത്തം സ്ക്രീൻഷോട്ടോ എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. മനസ്സിലാവും? ഡ്രഗ്സ് എവിഡൻസ് എല്ലാം തരും മോനെ. 3500+ പ്രൂഫുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലാവും? വെറുതെ ഊമ്പായിരിക്കുന്നതല്ല, വെറുതെ കുണച്ചിട്ട് പോകാതിരിക്കുന്നതല്ല. മനസ്സിലാവും? എനിക്കിത് ഈ 3 മാസത്തെ എൻ്റെ പെയിന് മെല്ലെ റിലീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെല്ലെ ഇത് തീർക്കുന്നത്. എനിക്കിത് മെല്ലെ തീർക്കണം. ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ട്, ഞാൻ അത്രയും വിഷമിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലാവും? അതിൻ്റെ മുകളിലാണ് ഇന്നലെ വന്നിട്ട് അതിൻ്റെ ആവശ്യം എന്താ? പൈസ കിട്ടൂല എന്ന് ഉറപ്പായ ബ്ലാക്ക് മെയിലിൽ ഞാൻ വീഴുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ എന്താ അങ്ങ് റീച്ചിന് ഇറങ്ങുക. കിക്കിൽ വാച്ചിങ് കയറ്റാൻ വേണ്ടിയിട്ട് കോൺട്രവേഴ്സി ആയിട്ട് ഇറങ്ങിയേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ മോനെ, ഇതിൻ്റെ എല്ലാം ബാക്കി നേരത്തെ ഇങ്ങനെ പോകും. ഇതിൻ്റെ നാളെ ഇവരെ ഇത് അങ്ങനെയല്ല മറ്റേതാണെന്നും പറഞ്ഞിട്ട് വരും. എനിക്ക് തോന്നില്ല ഇതിൻ്റെ അപ്പുറത്ത് എന്തായാലും അവർക്ക് പറയാൻ കഴിയാടാ. എനിക്കറിയില്ല കേട്ടോ. അത് പറയും ഇത് പറയും. ഞാൻ പറയാം, ഇവൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 1 മാസത്തോളം ഞാനിങ്ങനെ വന്ന് റിയാക്ട് ചെയ്യും, വന്ന് റിയാക്ട് ചെയ്യും. ഇങ്ങനെ ഷമീർ റോസസ് തൊപ്പി എന്ന് പറഞ്ഞൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇവനത് മതി. ഇവൻ്റെ വില പോയാൽ ഇതൊന്നും ഇവന് പൈസ കിട്ടിയാൽ മതി. മനസ്സിലായി? ഇവന് പൈസ കിട്ടിയാൽ മതി, നെഗറ്റീവ് ആണെങ്കിൽ റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ കിക്കിൽ ഈ സാധനം വന്നിട്ട് കളിക്കുന്നത്. മനസ്സിലാവും? ഓക്കെ, അടുത്തത് സാലറി പ്രൂഫ്. ജാസിൻ്റെ സാലറി പ്രൂഫാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അതായത് പ്രൊമോഷൻ. ഇവൻ പറയുന്നത് ഇവൻ്റെ 10 പൈസ കിട്ടിയിട്ടില്ല, ഇവൻ്റെ പ്രൊമോഷൻ്റെ പൈസ അല്ല ഞാനാണ് എടുക്കുന്നത്. ഒരു പ്രൂഫ് ഇവൻ്റെ 1 രൂപ എൻ്റെയിലേക്ക് വന്നതിൻ്റെ പ്രൂഫ്, 1 രൂപ വന്നതിൻ്റെ പ്രൂഫ് കാണിക്കടാ. 1 രൂപ അല്ലെങ്കിൽ വേണ്ടടാ. ഓൻ ചെയ്ത പ്രൊമോഷൻ ചെയ്ത ഷോപ്പുകളില്ലേ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരായിരിക്കും പൈസ അയച്ചതെന്ന് ചോദിക്കും. അപ്പോൾ അവരേലുണ്ടാവല്ലോ പ്രൂഫ്, അടുത്തേക്ക് പൈസ പോയെന്ന്. അവരേലുണ്ടാവും. മനസ്സിലാവും? എൻ്റെ അക്കൗണ്ടിലേക്കോ എൻ്റെ കയ്യിലേക്കോ 1 രൂപ ഇവനെല്ലാം മാസം എത്ര പ്രൊമോഷൻ ചെയ്ത് എത്ര പ്രൊമോഷൻ ചെയ്യാണ്ട് പൈസ വാങ്ങിയിട്ടേ ഇപ്പോൾ എത്ര പെൻഡിങ് ഉണ്ടാവും ആർക്കറിയാം?
എത്ര പൈസ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജാസി എന്നെല്ലാം പറഞ്ഞ ബോൺ സ്കാമറാണ്. ഇവൻ ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒരു ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ അറിയുന്നത് ഇവനെ ആരെല്ലോ പറ്റിച്ച് എന്തെല്ലോ കേസ് അതെല്ലാം ഇവിടത്തേക്ക് വലിച്ചിടണമെന്ന് എനിക്കറിയില്ല. എല്ലാം ഇതാക്കണമെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്തേക്ക് ഈ ലൈവ് തുടങ്ങിയതിൻ്റെ മുന്നത്തെ അവൻ്റെ സ്റ്റോറിയിലേക്ക് പോകേണ്ടി വരും. നല്ല ടൈം എടുക്കും. എല്ലാം ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫ് അടക്കം ഞാൻ ആയിട്ട് വരും. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ പ്രൂഫായിട്ട് ഞാൻ വരും. ഓക്കെ, ഇത് ബോൺ സ്കാമറാ, മനസ്സിലായോ? അങ്ങനെ എന്താ അപ്പോൾ ജാസിൻ്റെ സാലറി ഇത് എന്തെല്ലാം കളവ്. ഇനി അടുത്ത കളവെന്താ എന്നിട്ട് ഈ ജാസിൻ്റെ ഇത് ഈ സാലറി നിൽക്കാൻ കാരണം എന്താ, ഇവൻ്റെ പ്രൊമോഷൻ നിൽക്കാൻ കാരണം എന്താ, ഇവൻ സ്കാം ചെയ്യുന്നത് ഞാൻ പിടിച്ചു. മനസ്സിലായി? എൻ്റെ കേസറ്റ് വഴിയാന്ന് എനിക്ക് വന്നത്, ഓൻ പറയട്ടില്ലാന്ന്. എൻ്റെ കേസറ്റ് വഴി അതിന് മുന്നേ വേറെ പല വഴിയും വന്നു. ഓക്കെ, എൻ്റെ മെയിലിൽ വരെ വന്നു. എൻ്റെ പല മെസ്സേജുകളിൽ ഇതിൽ ഇവൻ പ്രൂഫാ അല്ല ഇവൻ ഇത് സ്കാമാ ഇതാ പ്രൂഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തരും. എടാ ജാസിൻ്റെ എന്തെങ്കിലും പ്രൂഫ് നിങ്ങൾക്ക് പെട്ടെന്ന് എടാ ഈ 3500 ഇതെല്ലാം തിരഞ്ഞെടുക്കാൻ പാടാ. കാണിക്കണോ ജാസിൻ്റെ പ്രൂഫ് കാണിക്കണോ? നേരെ അടുത്ത വിഷയത്തിലേക്ക് പോകണത് ജാസിൻ്റെ സ്കാം പ്രൂഫുകൾ കാണിക്കണോ? ഇതെല്ലാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഭയങ്കര ലെങ്തി ആയി പോവും. പി സി അതാ ഇത് ഇങ്ങനെ ഇത് നല്ല കേട്ടോ. ഈ ഇങ്ങനെ ചാറ്റിൽ നിങ്ങളിങ്ങനെ ഓരോന്ന് പറയുന്ന കണക്കായിട്ട് ഞാൻ റിപ്ലൈ പറയാം. ഓക്കെ, പി സി ജാസിക്കൊരു പി സി. ജാസിൻ്റെ ബർത്ത്ഡേ അന്നാന്ന് ജാസി എന്നോട് പറഞ്ഞത്. ഓക്കെ, ഇവിടെ എല്ലാവരോടും പറഞ്ഞത്. ഓക്കെ, ജാസിക്കൊരു പി സി എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇവിടെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് ചെയ്യും, പല കാര്യങ്ങളും നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യലുണ്ട്. ജാസിൻ്റെ പി സി സ്ക്രിപ്റ്റ് അല്ല. ആ പി സി ജാസിക്ക് ഞാൻ കൊടുത്തതാണ്. ആ പി സി ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഓക്കെ, ഓൻ പോകുമ്പോൾ ഞാൻ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇത്രയും എന്നെ കൊല്ലാൻ നോക്കിയാൽ ഞാൻ എന്തിനാ കൊടുത്തു വിടണം? ആ പി സിയിലാന്ന് ഓൻ ജാസി ലൈവ് തുടങ്ങിയത്. അത്രയും ദിവസം